തിരികെ എത്താം അനീഷ്. പുത്തുമലയിൽ നിന്ന് നിൽക്കുമ്പോൾ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ് കൂടി ചേരുകയാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഷിഖ്, എത്ര മൃതദേഹങ്ങൾ അല്ലെങ്കിൽ എത്ര മൃതദേഹ ഭാഗങ്ങളാണ് എത്തിക്കുക പുത്തുമലയിലേക്ക് എന്ന് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ചിത്രമുണ്ടോ? ഇതിന്റെ ഒരു ഓർഡർ കിട്ടിയ ശേഷം ആയിരിക്കും ഇത് തുടങ്ങുക എന്ന് അറിയുന്നു. അവിടെ നിന്നുള്ള അപ്ഡേറ്റ് എന്താണ് ആഷിഖ്? തീർച്ചയായും അപർണ, ഇവിടെ സ്ഥലത്ത് കിട്ടുന്ന റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ 35 അധികം മൃതദേഹങ്ങളെ ഇന്നും പുത്തുമലയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ തൽക്കാലത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊഴികെ ആംബുലൻസുകൾ ഈ ഒരു മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സർവ്വ സംവിധാനം ഇവിടെ ഏർപ്പാടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കാണാം. ഒരു നോൺ ഐഡന്റിഫൈഡ് മൃതദേഹങ്ങൾ ആയതുകൊണ്ടായതിനാൽ ഇവിടെ അവരുടെ കുറച്ച് ഇവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ കൂടി ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് നമ്മളുടെ ആരോ ആണ്. കാരണം ഇതുവരെ ഈ മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിനാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ആംബുലൻസ് കൂടി വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടുന്ന് മൃതദേഹങ്ങളെ പുത്തുമലയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ കുറെ പേർ ഇങ്ങോട്ട് ഈ മേപ്പാടി ആശുപത്രിയിൽ വന്നു ചേരുന്നുണ്ട്. അവരെല്ലാവരും വിചാരിക്കുന്നത് ഇത് തന്റെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് അവർ കാണുന്നത്. അപർണ, ആഷിഖ്, അവിടെ ഇവരുടെ ബന്ധുക്കളുണ്ടോ? അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ആൾക്കാരെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, മരിച്ചവരിൽ അവരുണ്ടോ എന്നറിയാൻ വേണ്ടി ആശുപത്രിയിലേക്കും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ കൂടുതൽ ആൾക്കാരെത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ സ്ഥലത്ത് മേപ്പാടി ആശുപത്രിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. അതിനാൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹത്തെ തിരിച്ചറിയൽ പ്രക്രിയ ഇതിനോളം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരിച്ചറിയാതെയാണ് നോൺ ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ 35 ഒരു മൃതദേഹങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പൊ തൽക്കാലം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അവരെല്ലാരെയും പോലീസുകാർ തിരിച്ചയക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു കുറച്ച് പേപ്പർ വർക്ക് കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്തതിനു ശേഷം ഇനി ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറിനകം ഇവിടുന്ന് ഓരോരോ ആംബുലൻസിൽ മൃതദേഹങ്ങളെ കൊണ്ടുപോയി പുത്തുമലയിൽ സാമൂഹികമായി ഒരു അന്ത്യകർമ്മം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപർണ, ആഷിഖ് മുൽക്കി വിവരങ്ങൾ നൽകുന്നു. മേപ്പാടി ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തുന്ന സ്ഥലത്ത് കൂട്ടസംസ്കാര സ്ഥലമായ പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിലുണ്ടോ, എപ്പോഴായിരിക്കും വരിക എന്ന് പോലും വ്യക്തമല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് തങ്ങളുടെ ഉറ്റവരും ഉടയവരും, നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരും ഇതിനകത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമായി നിൽക്കുന്നവർ അവിടെ